ഇന്ന് കടന്നു വന്നവർക്കെല്ലാം വന്ദനം അറിയിക്കുന്നു. ഒരു കാര്യം ഞാൻ നിങ്ങളെ പ്രാരംഭത്തിൽ ഓർപ്പിച്ചിട്ട് ഞാനിന്ന് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. കൂട്ടായ്മ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബലമാണ്. അത് രുചിച്ചറിഞ്ഞവർ ഈ യോഗത്തിനകത്ത് ഇരിപ്പുണ്ട്. ആമേൻ. രണ്ട് തരത്തിലാണ് നമുക്ക് കൂട്ടായ്മ ഉള്ളത് ദൈവത്തോട്. ആമേൻ. ബൈബിളിനകത്തുള്ളത് ഒന്ന് ദൈവവുമായിട്ടുള്ളൊരു കൂട്ടായ്മയാണ്. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് പോലും കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്. ആമേൻ. അതുകൊണ്ടാണ് ആദാമിനോട് പറഞ്ഞ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്. രണ്ട് മനുഷ്യരുമായി തമ്മിലുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് ദൈവം നമ്മളെ ഉണ്ടാക്കിയത്. ആമേൻ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കാമെങ്കിൽ ഈ വചനം നിങ്ങൾക്ക് ഉപകാരമായി തീരും. അപ്പോൾ ദൈവവുമായിട്ട് കൂട്ടായ്മ ഉള്ളപ്പോൾ തന്നെ മനുഷ്യരുമായി കൂട്ടായ്മ ഉണ്ടാകണം. ഈ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, നിങ്ങളുടെ കഴുത്തെ കിടക്കുന്ന കുരിശ്, ആ കുരിശിനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. രണ്ട് അടയാളങ്ങൾ ഒന്നിച്ചു ചേരുകയാണ്. ഒന്ന് മോളിൽ നിന്ന് താഴേന്ന് മോളിലോട്ട് ഒരു, അതിനെന്ത് പറഞ്ഞത്, വെർട്ടിക്കലോ? അതെ തന്നെ, വെർട്ടിക്കല്. മറ്റൊന്ന് ഹൊറിസോണ്ടല്. പിടി കിട്ടിയില്ല. പിടി കിട്ടിയെങ്കിൽ നിങ്ങൾ പ്രതികരിച്ചേനെ. ഞാനും ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ, ഞാനും എൻ്റെ സഹോദരനുമായിട്ടുള്ള കൂട്ടായ്മ. ഒന്ന് കൈകൾ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. കുരിശിന്റെ സിമ്പിൾ അതാ. ഞാനും എൻ്റെ സർവശക്തനുമായിട്ടുള്ളൊരു കൂട്ടായ്മ, ഞാനും എൻ്റെ സഹോദരനുമായിട്ട് ഒരു കൂട്ടായ്മ. അതാണ് ക്രൂശിൻ്റെ മെസ്സേജ്, അതാണ്. ആമേൻ. അപ്പം ഒരു കാര്യം ശ്രദ്ധിച്ചാട്ട്, കൂട്ടായ്മ അവസാന കാലങ്ങൾ, അന്ത്യകാലമാകുമ്പോൾ കൂട്ടായ്മയിൽ ഒരുപാട് പേര് തണുത്തു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ തണുത്തു പോകുന്നെങ്കിൽ അതൊരു അപകടമായി തന്നെ വരും എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു, അധികം കൂട്ടായ്മകളിൽ പങ്കെടുക്കാൻ, അല്ലെങ്കിൽ അധികം ദൈവവുമായിട്ടും ആത്മീകമായിട്ടും വളരാനുള്ള വാഞ്ചയും കൊതിയും ദൈവമക്കൾക്കുണ്ടാകണം. അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന അനുദിന പരീക്ഷകളിൽ നിങ്ങൾ അകപ്പെട്ടുപോയി അതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത തരത്തിൽ ദൈവത്തെയും ദൈവപ്രവർത്തികളെയും വിമർശിക്കുന്ന തരത്തിലുള്ളൊരു നിലവാരത്തിലേക്ക് നമ്മൾ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവികമായ കൂട്ടായ്മയിൽ നിങ്ങൾ വർദ്ധിച്ചു വരാൻ ഒരു കർത്തൃദാസൻ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ആമേൻ. പലപ്പോഴും നമുക്ക് സ്വന്തമായി ബൈബിള് വായിച്ച് മുഴങ്കാലിൽ ഇരുന്നു കൊണ്ടൊരു മെസ്സേജ് സ്വീകരിക്കാനുള്ള സമയം നമ്മുടെ വീട്ടിലില്ല. ചിലപ്പം രാവിലെ എഴുന്നേൽക്കുന്നിടം തൊട്ട് ഒരു 6 മണി തൊട്ട് അടുക്കളയിൽ കയറി ജോലി ചെയ്യുകയും കുഞ്ഞുങ്ങളുടെ കാര്യം ചെയ്യുന്ന ഒരാൾക്ക് തുടർമാനമായി വചന ധ്യാനത്തിനോ പ്രാർത്ഥനയ്ക്കോ ഒന്നും ചിലപ്പോൾ സമയം കിട്ടിയില്ലെന്ന് വന്നേക്കാം. പക്ഷെ ഞാനൊരു കാര്യം പറയാം, അതിൻ്റെ എല്ലാ കേടും ഒരു കൂട്ടായ്മയിൽ നീ അറ്റൻഡ് ചെയ്യുമ്പോൾ ദൈവം അത് കവർ ചെയ്യും. അപ്പോൾ അതൊരു ഉപദേശമായി തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രാരംഭ സമയം നിങ്ങൾ ദയവായിട്ട് ഇതിനെ ഒന്ന് സ്വീകരിക്കണമെന്ന് ദൈവസ്നേഹത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. ഈ നമ്മൾ ഒരു കാര്യം മാറ്റി വെക്കുന്നത്, ഇങ്ങോട്ട് നോക്കിയേ, നിങ്ങളെല്ലാവരും എന്നെ ശ്രദ്ധിച്ച, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒഴിവാക്കുന്നത് മുഴുവനും ആത്മീയ കാര്യങ്ങളാണ്. നിങ്ങൾ ആരും ആമയും പറഞ്ഞില്ല. നിങ്ങൾ ഒഴിവാക്കുന്ന കാര്യങ്ങളെല്ലാം ലിസ്റ്റ് എടുത്ത് നോക്ക്, അത് ആത്മീയ കാര്യങ്ങളാണ്. ഇന്ന് നിങ്ങൾക്ക് പത്തനാപുരത്തിന് പോകണം, ഒഴിവാക്കത്തില്ലല്ലോ. കയറി താമസത്തിന് പോകണം, ഒഴിവാക്കത്തില്ലല്ലോ. ഇവിടുന്ന് ആലുവയ്ക്ക് പോകണം, ഒഴിവാക്കത്തില്ലല്ലോ. കുഞ്ഞിന്റെ കൂതാശ ഒഴിവാക്കത്തില്ലല്ലോ. പക്ഷെ കൂട്ടായ്മ ഒഴിവാക്കും, പ്രാർത്ഥന ഒഴിവാക്കും. ഇന്ന് ബൈബിള് വായിച്ചില്ലേലും വലിയ കുഴപ്പമൊന്നുമില്ലെന്നേ. എല്ലാം ചെന്ന് തട്ടുന്നത് ആത്മീയ കാര്യത്തിലാണ്. എല്ലാം ചെന്ന് തട്ടുന്നത് ആത്മീയ കാര്യത്തിലാണ്. അങ്ങനെ തട്ടി 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 അവസാനം നമ്മളെ സ്ലോലി ഒന്നും അറിയാത്തതുപോലെ
ഒരു പിന്മാറ്റത്തിലേക്ക് സാത്താൻ കൊണ്ടുപോകും. അങ്ങനെ ഉണ്ടാകാതിരിപ്പാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന ദൈവമക്കളോട് സ്നേഹത്തോട് ഓർപ്പിക്കുന്നു, പറ്റുന്നിടത്തോളം കർത്താവിനെ സ്തുതിക്കട്ടെ, പറ്റുന്നിടത്തോളം ദൈവത്തെ ആരാധിക്കട്ടെ, പറ്റുന്നിടത്തോളം കൂട്ടായ്മയിൽ പങ്കെടുക്കട്ടെ, പറ്റുന്നിടത്തോളം ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ, അവനെ സ്തുതിച്ചാരാധിക്കട്ടെ. ഈ പ്രഭാതത്തിൽ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ദൈവമക്കൾ ശക്തമായി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഓ റിഗദല രഗദല രഗദന ശമന രഗദല ജലദിനി ഘടക രഗദന രേദന ഘടക രഗദന ഘടകൽ കരാദിയാര ഘടക രഗദന. ഒന്ന് കരമടിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ജീസസ്. ആമേൻ. അതുകൊണ്ട് ഇത്രയും പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം, ഇന്ന് വേണമെങ്കിൽ നമുക്ക് വീട്ടിലിരിക്കാം, ആരും നമ്മളോട് ചോദിക്കത്തില്ല. പക്ഷെ ഇന്ന് നിങ്ങൾ റിസ്ക് എടുത്ത് ഇവിടെ വന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ അകത്തൊരു വിത്ത് ദൈവം ഇടും. നിങ്ങളുടെ ബിജോയ് പ്രാർത്ഥിച്ച ഒരു സെന്റൻസ് പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു. നിങ്ങളുടെ അകത്തെ മനുഷ്യനെ ദൈവം പുഷ്ടിപ്പെടുത്തും. ഹല്ലേലൂയ. ഒന്നുറക്കെ സ്തോത്രം പറഞ്ഞാൽ അകത്തെ മനുഷ്യനൊരാരോഗ്യം, ഇന്നർ മാന്, ഇന്ന് പകൽ അകത്തെ മനുഷ്യന് ഈ പകൽ ഒരു വെളിപ്പാട്. ആമേൻ. ഞാൻ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു സബ്ജക്റ്റ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്നും ഞാൻ അതിനെക്കുറിച്ചാണ് പ്രസംഗിക്കാൻ പോകുന്നത്. കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. സൺഷിപ്പിനെ കുറിച്ചാണ്. പുത്രത്വം. അടുത്തിരിക്കുന്നവരെ ഒന്ന് തൊട്ടിട്ട് പറ, പുത്രത്വം എന്ന വാക്കൊന്ന് സംസാരിച്ചാട്ട്. പുത്രത്വം, ആഴമായ പുത്രത്വം. ആമേൻ. ഡീപ്പർ സൺഷിപ്പ്, ആഴമായ പുത്രത്വത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കാൻ പോവുക. ഇത് ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാമെങ്കിൽ ഇവിടുന്ന് ഈ കസേര വിട്ട് എഴുന്നേറ്റ് ചാടത്തക്ക വണ്ണം ഒരുപാട് സന്ദേശങ്ങൾ ഇതിനകത്തുണ്ട്. ഞാനിത് വീട്ടിൽ വെച്ചും ഈ മുറിക്കകത്തും ഓഫീസ് മുറിക്കകത്തും കയറിയിരുന്ന് ഇത് ധ്യാനിച്ചപ്പോൾ, അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. പ്രിയരെ, ഡീപ്പറായിട്ടുള്ള ആഴത്തിലുള്ള ഒരാത്മബന്ധം ഈ ഒരു പ്രസംഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കും. കർത്താവിനെ കുറച്ചുകൂടെ സ്നേഹിക്കാൻ, പ്രാർത്ഥിക്കുമ്പോൾ മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാൻ ഈ വചന കേൾവി നിങ്ങൾക്ക് ഇടവരുത്തും. യൂട്യൂബിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവര് ശ്രദ്ധിച്ചാട്ട് ഈ മെസ്സേജ് തീരുന്നവരെ പറ്റുമെങ്കിൽ നിങ്ങൾ തുടരുക. ഈ മെസ്സേജ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അനുഗ്രഹമാവും. എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ആർക്കെങ്കിലും ശബ്ദമുയർത്തി വായിക്കാം. യോഹന്നാൻ 1:12. അവനെ കൈക്കൊണ്ട് എല്ലാവരും എടുക്കണം. ബൈബിള് കൊണ്ടുവന്നിട്ടുള്ളവരെല്ലാം ദയവായിട്ട് അത് തുറന്ന് വായിക്കണം. നമുക്ക് കാണാതെ അറിയാമെങ്കിലും അതൊന്ന് വായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. 1:12 വായിച്ചാട്ട്. ആമേൻ. ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന മറ്റൊരു വേർഷൻ, അതേ സെന്റൻസ് ഞാൻ വായിക്കാൻ പോകും. ശ്രദ്ധിച്ചോ. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ഓ, എന്നാ ബ്യൂട്ടിഫുൾ അല്ലേ? നിങ്ങൾ കേട്ടില്ല? ഇപ്പോഴും മറിക്കുന്നേ ഉള്ളൂ. യോഹന്നാൻ കണ്ടില്ലയോ? യോഹന്നാൻ പുതിയ നിയമത്തിലെ 4-ാമത്തെ പുസ്തകമാണ്. ആമേൻ. മനസ്സിലായില്ല? ചിലർ പഴയ നിയമത്തിൽ തപ്പുവാ. പുതിയ നിയമത്തിലെ 4-ാമത്തെ പുസ്തകമാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. എടുത്തോ. 1:12. ഞാൻ ഈ എൻ്റെ കയ്യിലെ വേർഷൻ ഒന്ന് വായിക്കാൻ പോവാ. 12. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, ആരെ? യേശുവിനെ. തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. നിങ്ങളുടെ ബൈബിളിൽ എഴുതിയേക്കുന്നത് അവൻ അധികാരം നൽകി. അത് വായിക്കുമ്പോൾ ഒരു ചെറിയ എറർ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒന്നുകൂടെ നോക്കിയേ. 12-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അവനെ കൈക്കൊണ്ട്
അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ. ശ്രദ്ധിച്ചേ, ആ മലയാളത്തിനകത്ത് ഒരു ചെറിയ പിഴവ് പോലെ തോന്നുന്നുണ്ടോ? ഒരാൾക്ക് അവകാശം കൊടുക്കുകയല്ലേ മക്കളാകേണ്ടത്, മക്കളാകാൻ അവകാശമല്ലേ കൊടുക്കേണ്ടത്. അവിടെ എഴുതിയേക്കുന്ന പദം കണ്ടോ? അധികാരം കൊടുത്തു. ഓ, എന്ന് പറഞ്ഞാൽ ഒരാള് ദൈവ പൈതലാണെന്ന് പറയുന്നത് ഒരു അധികാരമാണ്. ഇറ്റ്സ് ആൻ അതോറിറ്റി. ഓ, മിണ്ടുന്നില്ല. എനിക്ക് അതിനകത്ത് ചൈതന്യം തോന്നുന്നു പറയാൻ. നിങ്ങൾ ദൈവത്തിന്, ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്, ഐ ആം എ സൺ ഓഫ് ഗോഡ്, ഞാൻ ദൈവത്തിന്റെ പൈതലാണെന്ന് ദൈവം നിനക്ക് ഐഡന്റിറ്റി തന്നത് അവന്റെ അധികാരത്തിൽ നിന്നാണ്. അതൊരു പൊസിഷനാണ്, അതൊരു പോസ്റ്റാണ്. ഇന്ന് പകൽ ആ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് പിശാചിനെ എതിർക്കുന്നത്, ആ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് നീ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത്, ആ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് ഈ പകൽ ദൈവശക്തിയുടെ ശുശ്രൂഷ നീ ചെയ്യുന്നത്. ഓ ഹല്ലേലൂയ. ഇതിലിരിക്കുന്ന ദൈവമക്കൾക്ക് ചിലർക്ക് അത് പിടികിട്ടി. അവരുടെ അകത്തെ മനുഷ്യൻ ഇന്ന് പകൽ സടകുടഞ്ഞ് എഴുന്നേക്കാൻ പോവുക. ഓ റീഗാദാരക ശാന്തര. നിങ്ങൾക്കറിയണോ, ഈ കാട്ടിൽ സിംഹം കുറച്ച് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ അവൻ പിന്നെ ഉറക്കുക. ഉറങ്ങിക്കഴിഞ്ഞ് അവന് പിന്നീട് വിശപ്പടിക്കുമ്പോഴാണ് ഇവൻ ഇങ്ങനെ കൊടഞ്ഞൊരു എഴുന്നേപ്പുണ്ട്. ഇതുപോലെ നിന്റെ അകത്തെ മനുഷ്യൻ ഈ ദൂതിന്റെ പുറത്ത് കൊടഞ്ഞെഴുന്നേക്കാൻ പോകുകയാണ്. ആമേൻ, 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 ആമേൻ. വിശ്വസിക്കുന്ന ചിലർ ഇതിനകത്തുണ്ട്. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഹല്ലേലൂയ, 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 ആമേൻ. സത്യത്തിൽ ആ മലയാള ഭാഷയ്ക്കകത്ത് നമുക്കൊരു ചെറിയ തെറ്റിദ്ധാരണ വരും. സത്യത്തിൽ മക്കളാകാനുള്ള അവകാശം കൊടുക്കേണ്ടടുത്ത് എഴുതി വച്ചിരിക്കുക അധികാരം കൊടുത്തു എന്ന് പറഞ്ഞാൽ, ഒരു മിനിറ്റ് ശ്രദ്ധിച്ചേ. ദൈവ മക്കൾ എന്ന് പറയുന്നതിനകത്ത് ഒരു പവറുണ്ട്. കേട്ടോ? നിങ്ങൾ ദൈവ പൈതലാണെന്ന് പറയുന്നതിലൊരു പവറുണ്ട്. അത് ഇവിടുത്തെ മോലാളിമാരൊന്നും അല്ല തന്നേ. ഇതിന്റെ ഉടമസ്ഥനാണ് ഇത് തന്നത്. എന്നെ വിമർശിക്കരുത്. പെന്തിക്കോസുകാരനാണെന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് ഞാൻ ദൈവത്തിന്റെ പൈതലാന്ന് പറയുന്നത്. സത്യത്തിൽ പെന്തിക്കോസുകാരനാന്ന് പറയേണ്ട കാര്യമില്ല. എന്നാ അത് പറയുന്നത്? സത്യം പെന്തിക്കോസ്റ്റ് എന്ന് പറഞ്ഞത് ഒരു ഡേയെ കുറിച്ചാണ്. അതൊരു ദിവസമാണ്, 50-ാം ദിവസം. അതാ, ദാറ്റ് ഈസ് ദ പെന്തിക്കോസ്റ്റ്. പെന്തിക്കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു അനുഭവമാണ്. മിണ്ടുന്നില്ല. അതൊരു അനുഭവമാണ്. ഈ പെന്തിക്കോസുകാരനാണെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഐ ആം എ ബോൺ അഗൈൻ, ഞാൻ വീണ്ടും ജനിക്കുന്ന ഒരു ദൈവ പൈതല. അതിനകത്താ കുറച്ചുകൂടെ വാല്യൂ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ചില കാര്യങ്ങൾക്കൊരു പൊട്ടലുണ്ടാവും. ആമേൻ, ആമേൻ. നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു അടിസ്ഥാന ബേസിക് പ്രിൻസിപ്പിൾ ഞാൻ ഇന്ന് പ്രസംഗിക്കുക. നിങ്ങൾ കേൾക്കാമെങ്കിൽ ഇന്ന് ഊർജ്ജസ്വലമായി കർത്താവിന് നന്ദി പറയും. എല്ലായിടത്തും ഇങ്ങോട്ട് ചോദിച്ചേ, ചർച്ചിലാണെങ്കിലും വീട്ടിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും സഭാ പരിപാലനത്തിനകത്താണെങ്കിലും എവിടെയും ഞാൻ കണ്ടുവരുന്ന ഒരു വലിയ പ്രോബ്ലമാണ് ഐഡന്റിറ്റി ക്രൈസിസ്. ഭർത്താക്കന്മാർ പറയാറുണ്ട്, ഭാര്യ എന്നെ ബഹുമാനിച്ചില്ല, പുള്ളിക്കാരി വിളിക്കുന്നത് ഇപ്പോഴും എന്നെ വേറെ പേരാ. ഐഡന്റിറ്റി ക്രൈസിസാ. ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാ? ഐഡന്റിറ്റി എന്തുവാ? ശരിയായൊരു മലയാള ഭാഷ വന്നില്ല. അത് ഐഡന്റിറ്റി കാർഡിനെ കുറിച്ചാണോ പറയുന്നത്?
ഐഡന്റിറ്റി എന്ന വാക്കിന്റെ അർത്ഥം എന്തുവാ? വ്യക്തിത്വം. ആ പൊസിഷൻ, അതിന് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ അപ്പനാ, അതൊരു ഐഡന്റിറ്റിയാ. അപ്പൊ ഇങ്ങോട്ട് നോക്കിയേ, എല്ലാ ഏരിയയിലും ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. അവൻ എന്നെ നോക്കിയില്ല, അവൻ എന്നെ ശ്രദ്ധിച്ചില്ല, നോക്കിയിട്ട് കൈ തന്നില്ല, പാസ്റ്റർ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല. ഐഡന്റിറ്റിയാ. ആമേൻ. ഇന്ന് പകൽ നീ ചോദിക്കുന്ന സകല ചോദ്യങ്ങളുടെ ഉത്തരമായി ദൈവം ഇടപെടുക. നിന്നെ പരിഗണിച്ചാലും പരിഗണിച്ചില്ലേലും, മൈൻഡ് ചെയ്താലും മൈൻഡ് ചെയ്തില്ലേലും, കൈ തന്നാലും ഇല്ലെങ്കിലും ഒരു കാര്യം പറയാം, നീ എൻ്റെ മകനാണ്. ഓ ഓ യെസ്, നീ എൻ്റെ മകനാണ്, ദൈവ മകനാണ് നീ. ഈ ഇന്നത്തെ സഭാരാധനയെ വന്ന ദൈവമക്കൾ ശ്രദ്ധിച്ചോ, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് പരിഗണന കിട്ടിയാലും ഇല്ലെങ്കിലും, കിട്ടുന്നെങ്കിൽ സ്വീകരിച്ചോ, കുഴപ്പമില്ല. പക്ഷെ കിട്ടാത്തത് കൊണ്ട് എനിക്കറിയത്തില്ല, 1-2 പേരുടെ മോഹം എൻ്റെ മുമ്പിൽ തെളിഞ്ഞു വരുന്നു. നിനക്ക് സഭയിലോ സമൂഹത്തിലോ പരിഗണന കിട്ടിയില്ലെന്ന് പണ്ട് നീ താടിക്ക് കയ്യും കൊടിച്ച് കയ്യും അടിക്കാതെ പാട്ടും പാടാതെ, ആമേ എനിക്ക് നീ ചർച്ച വേണ്ടെന്ന് പറഞ്ഞു നീ പോകണ്ട. സ്വർഗത്തിൽ ഇരിക്കുന്നവൻ പറയാ, യു ആർ ദ സൺസ് ഓഫ് ഗോഡ്, നീ എന്റെ കുഞ്ഞാണ്. ഓ പിശാചിന്റെ സകല മണ്ഡലങ്ങളും പൊളിയട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ജനത്തെ തൊടട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ ചില ബന്ധനങ്ങളെ ദൈവം പൊട്ടിക്കുകയാണ്. ആമേ. ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ പറയാൻ പറയുന്നു, കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തിയിട്ട് അവരെനിക്ക് വില തരുന്നില്ല, അവരെന്നെ മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ദൈവം മാറി എന്ന് പറയുക, നീ എന്തിനാ നിരാശപ്പെടുന്നത്? ഞാൻ നിന്റെ അപ്പനാണ്, നീ എന്റെ മകനാണ്. Yes, 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 yes. Hallelujah. Hallelujah. നിങ്ങൾക്കറിയണോ, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം പ്ലീസ്. ഞാൻ 12 മണി വരെ പ്രസംഗിക്കും. 12 കഴിയുമ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യും ആരാധന. നിങ്ങൾ ശ്രദ്ധിക്കണേ, ദൈവാത്മാവ് എന്നോട് അത്രയ്ക്ക് ഇൻസ്പയർ ചെയ്യുന്നു. നിങ്ങളെ ആദ്യം കുറഞ്ഞൊന്ന് കാണാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ ദാസനല്ല, നിങ്ങൾ അവന്റെ പുത്രനാണ്. പ്രസാദ് എന്തേ വന്നില്ല? ഓക്കെ, സ്തോത്രം. നിങ്ങൾ ആരാ പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? അത് കേക്കട്ടെ. സാത്താന്റെ ഏറ്റവും കുടില തന്ത്രം എന്നാണെന്നറിയോ? നിങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങളല്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുക. എന്നോട് ശ്രദ്ധിച്ചേ, ഞാൻ ഈ സിറ്റിയുടെ SI ആണെന്ന് ഇരിക്കട്ടെ. എന്നോട് ഒരാൾ പറയാ, ആര് പറഞ്ഞു നീ SI ആന്ന്? ആര് പറഞ്ഞു താൻ SI ആന്ന്? പിശാചിന്റെ തന്ത്രം പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും, ചർച്ചയിൽ വരുമ്പോഴും, പള്ളിയിൽ ഇരിക്കുമ്പോഴും, കൈയടിക്കുമ്പോഴും, പാട്ട് പാടുമ്പോഴും നിങ്ങളുടെ അകത്ത് പറയാ, നീ കൈയടിക്കാനൊന്നും യോഗ്യനില്ലെന്ന്. നീ കഴിഞ്ഞ ആഴ്ച എന്തൊക്കെ ഉടായിപ്പാ കാണിച്ചേ. പക്ഷെ മോളിൽ നിന്ന് ഒരാൾ പറയാ, എടാ തെറ്റുകൾ ഞാൻ ക്ഷമിക്കാം, എന്റെ പദവിക്ക് മാറ്റമില്ല. ഓ മനസ്സിലായവൻ ആമീൻ പറഞ്ഞാട്ട്. നിനക്ക് വീഴ്ച വന്നൊന്ന് ശരിയാണ്. സഹോദരാ, നിങ്ങൾ
ജഡത്തിൽ ജീവിച്ചത് കൊണ്ട് നിങ്ങൾക്ക് വീഴ്ച വന്നു എന്ന് ശരിയാ. പക്ഷെ ദൈവം നിങ്ങൾക്ക് തന്ന ആ പദവിക്ക് മാറ്റമില്ല. ഓ, ഞാൻ ചില സമയത്ത് സാത്താനെ വെല്ലുവിളിക്കാറുണ്ട്. എടാ, നീയുമായിട്ടല്ല എനിക്ക് കാര്യം, എനിക്ക് കാര്യം എന്റെ അപ്പനുമായിട്ടാ. ഓ, ഒന്ന് പ്രതികരിക്കുന്നവർ ആമേൻ പറ. ഞാനും എന്റെ ദൈവമായിട്ടാ കാര്യമുള്ളത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാ പറയുന്നു, ഈ ദൂത് നിങ്ങളുടെ മുറിവുകളെ കെട്ടാൻ പോവാ. നിങ്ങളുടെ കുഞ്ഞുങ്ങള് നിങ്ങളെ പോറ്റി വളർത്തിയിട്ട് അവർ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ചിലർ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല, ചിലർ നിങ്ങളെ വിളിക്കുന്നില്ല, ചിലർ നിങ്ങളുടെ വീട്ടിൽ വരുന്നില്ല, ചിലർ നിങ്ങളെ ഫോൺ വിളിക്കുന്നില്ല. ഇത്രയും ദിവസം ഞാൻ രോഗിയായിട്ട് കിടന്നിട്ടും അവരാരും എന്നെ തിരിഞ്ഞു നോക്കിയില്ല. നീ വിഷമിക്കണ്ട. ദൈവം ഇന്ന് പകൽ എന്നോട് പറയുന്നു, ദൈവ മക്കളാകാൻ അവൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു. നീ അതി കുറഞ്ഞൊരാളല്ലെന്ന് ഈ പകൽ ദൈവം എന്നോട് പറയുന്നു. ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ ആ ബൈബിൾ വാക്യം ഒന്ന് വായിക്കോ. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അയ്യോ, കഴിവ് നൽകി. അവൻ ദൈവമക്കളാകാനുള്ള കഴിവ് അവർക്ക് നൽകി ദൈവം. അപ്പൊ ക്രിസ്തീയ ജീവിതത്തിന്റെ ബേസിക് പ്രിൻസിപ്പിൾ തുടങ്ങുന്നത് ഇതിവിടെ നിന്നാ. ഞാൻ അന്യനല്ല, ഞാൻ പരദേശിയല്ല, ഞാൻ ദാസനല്ല, ഞാൻ അവന്റെ പുത്രനാണ്. ഇവിടെ നിന്നുകൊണ്ട് വേണം പ്രാർത്ഥന തുടങ്ങാൻ, ഇവിടെ നിന്നുകൊണ്ട് വേണം ആരാധന തുടങ്ങാൻ, ഇവിടെ നിന്നുകൊണ്ട് വേണം നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കാൻ. എന്നാലേ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാകത്തുള്ളൂ. മനസ്സിലായവർ ആമീൻ പറ. ഞാൻ എൻ്റെ വിഷയത്തിൽ പെടാത്തൊരു കാര്യമാണെങ്കിലും പറയാം. ഏത് കാര്യവും ഒരു ഡീപ്പർ ലെവലിലേക്ക് പോകുമ്പോഴാണ് കാര്യം സീരിയസ് ആവുന്നത്. കേട്ടില്ല? നിങ്ങൾ പലരും ഇവിടെ അല്ല, നിങ്ങളുടെ മനസ്സ് ഇവിടെ അല്ല. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. പല കാര്യത്തിൻ്റെയും ഒരു ഡീപ്പർ എന്ന് പറഞ്ഞാൽ ആഴത്തിലേക്ക് പോകുമ്പോഴാണ് കുറച്ചുകൂടെ സീരിയസ്നെസ് വർദ്ധിക്കുന്നത്. ആമേൻ. മിണ്ടുന്നില്ല. സ്വോത്രം. ഒന്ന് ആഴത്തിലേക്ക് പോയി നോക്കിക്കേ, സീരിയസ്നെസ് കൂടും. സിസ്റ്ററെ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ ആഴത്തിലേക്ക് പോയി നോക്കിക്കേ, സീരിയസ്നെസ് ഉണ്ടാവും. ആമേൻ. ഈ പൗലോസ്ലീഗ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒത്തിരി ഡീപ്പർ ലെവലിൽ ചെന്നപ്പം പുള്ളിക്ക് ഒരിക്കൽ പറയാൻ തോന്നുക, ആ പാപികളിൽ ഞാനാ ഒന്നാമൻ. ഇത് കേട്ടില്ലേ ചിലര്? അതുവരെ പുള്ളി പറഞ്ഞു, ഞാൻ ഗമാലിയലിന്റെ അടുത്താ പഠിച്ചേ, എനിക്ക് യൂണിവേഴ്സിറ്റി ഡിഗ്രി ഉണ്ട്. ഭയങ്കര പാരമ്പര്യവും പശ്ചാത്തലവും ഒക്കെ പറഞ്ഞപ്പൻ ആത്മീയ ഡീപ്പർ ലെവലിലേക്ക് പോയപ്പോ പറയും, ആ പാപികളിൽ ഞാൻ ഒന്നാമനാന്ന്. നീ ദൈവത്തോട് അടുക്കുമ്പോൾ ഒരു കാര്യം ഓർക്കാം, നിങ്ങളിലെ കർത്താവും നിങ്ങൾ ചെറുതായും തീരും. നിങ്ങൾ കർത്താവുമായിട്ട് ഒരുപാട് ആഴങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ചെറുതാകും, കർത്താവ് നിങ്ങളിൽ വലുതാവും, നിങ്ങൾ ഇല്ലാതാവും. അതുകൊണ്ട് ചിലർ പറയുന്നത്, അത്രയൊന്നും ആഴത്തിൽ പോകുന്നില്ല വാസേ, ഇപ്പൊ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാ മതി. ഞാൻ ഒന്ന് രണ്ട് വാക്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. നമ്മളൊരു കാര്യത്തിന്റെ ആഴത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുമ്പോഴാണ് നമ്മൾ സീരിയസ് ആകുന്നത്. ഞാൻ എൻ്റെ ബാല്യപ്രായത്തില് ഞങ്ങളുടെ വീടിന്റെ തൊട്ട് ഒരു 100-200 മീറ്റർ താഴെ മനോഹരമായ ഒരു തോട്, കല്ലറയാറിലേക്ക് ചെന്ന് പതിക്കുന്ന തോടുണ്ട്. അത് ഇപ്പോഴും ഉണ്ട്, നിങ്ങൾക്ക് വന്നാൽ കാണാം. ഇപ്പോഴും ആ തോടുണ്ട്. ആ തോട്ടിലാണ് ഞാൻ വെള്ളത്തിൽ നീന്തു പഠിച്ചത്. വലിയ വെള്ളപ്പൊക്കത്തിലും വലിയ ആഴമുള്ള വെള്ളത്തിലും ഒക്കെ ഞാൻ ചാടിയിട്ടുണ്ട്. ആറ്റി ചാടിയിട്ടുണ്ട്, സമുദ്രത്തിൽ ചാടിയിട്ടുണ്ട്.
വെള്ളത്തെ പേടിയില്ല എനിക്ക്, ഇന്നും ഇല്ല അന്നും ഇല്ല. സ്തോത്രം. കാരണം വെള്ളത്തിൽ നീന്തറിയാവുന്നത് കൊണ്ടാണ്. ആമേൻ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഞാൻ ഇതീ പറയാൻ പോകുന്നതന്നെ, തോടിന്റെ ആഴമല്ല ആറിന്റെ ആഴം, ആറിന്റെ ആഴമല്ല കടലിന്റെ ആഴം. ഓ, എൻ്റെ കൂടെ ഇല്ല. ചിലർക്ക് പള്ളി വന്ന എന്നാ പ്രശ്നമെന്നറിയോ? അവർക്ക് ആഴത്തിലൊന്നും പോകാൻ ഇഷ്ടമില്ല. അവരൊരു വിടുതല്, ഒരു വിശാലത, ഒരു സൗഖ്യം, അവർക്ക് നടുവേദനയൊന്നും മാറി കിട്ടിയാൽ മതി. ആ തോള് വേദന, കഴുത്തിന്റെ പെടലിയുടെ ആ വേദനയൊന്നും മാറി കിട്ടിയാൽ മതി. പക്ഷേ വലിയ ആഴത്തിൽ, പണ്ടൊരാൾ പറഞ്ഞു ആഴത്തിലോട്ട് പോയാൽ പിന്നെ കയറി വരാൻ പാടാന്ന്. ആഴത്തിലോട്ട് പോയാൽ കയറി വരാൻ പാടാന്ന്. അത്രയൊന്നും പോകാൻ ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല പാസ്റ്റേ. ഞങ്ങളൊരു ഞായറാഴ്ച കുർബാന കൊണ്ടൊക്കെ അങ്ങ് പോയിക്കോളാം. ഹലോ. പക്ഷെ ദൈവവുമായിട്ട് അത്രയ്ക്ക് ഭയങ്കര ഒരു ഇന്റിമസി ഉണ്ടായ മനുഷ്യൻ പറയുക, ആ പാപികളിൽ ഞാൻ ഒന്നാമനാ, എനിക്ക് പ്രശംസിപ്പാൻ യാതൊരു കാര്യവും എന്റെ ജീവിതത്തിനകത്തില്ല. ഹല്ലേലൂയ. ചേർന്നൊരു ആമേൻ പറയാമോ? കേട്ടില്ല? ആമേൻ. ഈ ദൂത് ശ്രദ്ധിച്ചേ. നിങ്ങൾ കർത്താവുമായിട്ട് ഒത്തിരി ഡീപ്പായിട്ടുള്ള ഒരു നിലവാരത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ലോകമില്ലാതാകും. ഓ ആമേൻ. എന്റെ കൂടെ ആമേൻ പറയാൻ ആരുമില്ല. ഈ ലോകം നിങ്ങൾക്ക് ഇല്ലാതാകും. ജഡത്തിന്റെ ഇഷ്ടങ്ങൾ ഇല്ലാതാകും. നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കാനിടയാകും. നിങ്ങൾ ക്രിസ്തു വെളിപ്പെടും. നിങ്ങൾ ഇല്ലാതാകും. നിങ്ങൾ പരിപൂർണമായി യേശുവിന്റെ സ്വന്തമായി മാറും. നിങ്ങൾ അംഗീകരിക്കുന്നോ? ആമേൻ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. വെള്ളത്തിൽ ഇറങ്ങിയവരും വെള്ളത്തിൽ ചാടിയവരും കൈ ഉയർത്തിക്കുക. വെള്ളത്തിൽ ഇറങ്ങിയവരും വെള്ളത്തിൽ ചാടിയവരും ഏതെങ്കിലും തരത്തിലെ വെള്ളത്തിൽ കുറച്ചെങ്കിലും അരയപ്പോളം വെള്ളമെങ്കിലും ചാടിയവരും. എന്നാ ഓക്കെ, താങ്ക് യു, കൈ താത്തിട്ട്. എന്നാൽ അതിനൊരു വേറെ ലെവലുണ്ട്. ഈ കാല് നമ്മുടെ തറയെ തൊടാൻ പറ്റാത്ത നിലയിലോട്ടുള്ള വെള്ളത്തിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കാണത്തില്ല. മുങ്ങുവാ. അതാ യേശുവുമായിട്ട് കൂടുതൽ ആഴത്തിലോട്ട് പോയാൽ. ഇങ്ങോട്ട് നോക്കിയേ. അത് അങ്ങനെയുള്ളവരാ പാടുന്നത്. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എൻ്റെ നമുക്കൊക്കെ പാടാൻ പറ്റുമോ? ഞാനും പാടി, നിങ്ങളും പാടി. നമുക്ക് പാടാൻ പറ്റുമോ? ഈ പഴയ പാട്ടുകൾ ചിലത് പാടുമ്പോൾ ആലോചിച്ച് പാടണം. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ. ബാങ്കിൽ കാശിട്ടോണ്ടാ പാടുന്നേ. എന്റെ സമ്പത്തെന്നു ചൊല്ലു. 3 തലമുറയ്ക്ക് ജീവിക്കാനുണ്ട്. ആലോചിച്ചൊക്കെ പാടണം കേട്ടോ. ദശാംശം കൊടുത്തിട്ട് വർഷങ്ങളായി. എന്റെ സമ്പത്തെന്നു ചൊല്ലു. ആദ്യം പാടിയതിന്റെ കോടൊന്ന് പിടിച്ചു. ഹല്ലേലൂയ. ആമേൻ. എനിക്ക് സത്യം പറഞ്ഞ മരണത്തിന് കേൾക്കേണ്ട പാട്ടുകളല്ല അതൊന്നും. നമ്മളിപ്പോ പാടേണ്ടതാ. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എൻ്റെ താതന്റെ സന്നിധം ചേർന്നാൽ ഒന്ന് പാടിയേ. ലോകം വേണ്ട എനിക്കൊന്നു വേണ്ട, എൻ്റെ താതന്റെ സന്നിധം ചേർന്നാൽ മതി. ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു വിശ്വാസ കണ്ണ
ഒരു അമ്മച്ചി മരിക്കുന്നതിന് മുമ്പ് മക്കളോട് പറഞ്ഞു, മോനെ എന്നെ അടക്കാൻ കൊണ്ടുപോകുന്നെങ്കിൽ മുമ്പേ ആ ടാറ്റാ സുമോയുടെ വണ്ടിക്കകത്ത് ഈ പാട്ടിട്ടുകൊണ്ട് വേണം പോകാൻ. കേട്ടില്ല. ഒരമ്മച്ചി അവരുടെ മക്കളോട് പറഞ്ഞതാ, നിങ്ങൾ എന്നെ അടക്കാൻ കൊണ്ടുപോകുന്നെങ്കിൽ വേറൊന്നും ഇല്ലേലും, കല്ലറ ഇല്ലേലും ടാറ്റാ സുമോയിൽ ഈ പാട്ട് വേണം. ആരും മിണ്ടുന്നില്ല. ജീവിച്ചിരിക്കുമ്പോഴല്ലേ പാടണ്ടേ? ടാറ്റാ സുമോയ്ക്കകത്താണോ പാടണ്ടേ? നമ്മുടെ രസം എന്നാന്നറിയോ? ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ പാടുകയല്ല, മരിച്ചു കഴിയുമ്പോൾ നമുക്ക് വേണ്ടി വേറെ ആരോ പാടുക. അതുകൊണ്ട് ഒന്നുകൂടെ പാടാം. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എൻ്റെ നാഥന്റെ സന്നിധം ചേർന്നാൽ മതി. ഒരിക്കൽ കൂടെ. ലോകം വേണ്ട എനിക്കൊന്നോ വേണ്ട, എൻ്റെ നാഥന്റെ സന്നിധം ചേർന്നാൽ മതി. ഓ താങ്ക് യു ലോർഡ്. നമ്മൾ കർത്താവ് ഇങ്ങോട്ട് നോക്കിയേ. ദൈവം എന്നോട് ഈ പകൽ സഭയോട് പറയാൻ പറയുന്നു, നിങ്ങളൊരു ഡീപ്പർ ലെവലിലേക്ക് ദൈവവുമായിട്ട് ഒരാത്മീക ബന്ധത്തിന് പോകുകയാണെങ്കിൽ ഈ ലോകം നിങ്ങളുടെ മുമ്പിൽ മായയായി മാറും. നിങ്ങളുടെ ജഡത്തിന്റെ ഇഷ്ടങ്ങൾ നിങ്ങളെ തകർക്കത്തില്ല. നിങ്ങൾ അവനുമായിട്ടുള്ള ബന്ധത്തിനകത്ത് ഒരാഴമായ കരങ്ങളെ ഒന്ന് അടിച്ച്, കരങ്ങളെ ഒന്ന് തട്ടി, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുകയാണ്. ഓ ആമേൻ. പലരും അത് ഇഷ്ടപ്പെടാത്തതിന്റെ കാരണം എന്നാ? ഇതെല്ലാം അല്പാൽപ്പം വേണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാ. എന്നാൽ ചില ഭക്തന്മാർ ഇന്നും ആഗ്രഹിക്കുന്നു, എനിക്കിതൊന്നും വേണ്ട, എൻ്റെ യേശു മാത്രം മതി. ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിക്കുന്നവർക്കായി സ്തോത്രം. ഇന്ന് പകല് ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ ശക്തമായ ഒരു ആത്മസാന്നിധ്യം നിങ്ങളുടെ മേലുണ്ടാകും. അതുപോലൊരു മെസ്സേജ് ദൈവാത്മാവ് പറയാൻ പോകുന്നത് ഈ ഞായറാഴ്ച റീഎൻസ്റ്റേറ്റ് എന്ന വാക്കുമായി ബന്ധപ്പെട്ട് മടക്കിക്കൊണ്ടുവരുന്ന ദൈവത്തിന്റെ പ്രവർത്തികളെ സഭ കേൾക്കാൻ പോകുകയാണ്. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ നോക്കിയേ, പൗലോസ് ഒരു ഡീപ്പർ ലെവലിലേക്ക് പോയപ്പോൾ പറഞ്ഞു, ഞാൻ ആ പാപികളിൽ ഒന്നാമനാ. നോക്കിയേ, യേശു ശിഷ്യന്മാരെ ഒരു ഡീപ്പർ ലെവലിലേക്ക് കൊണ്ടുപോയി. ബൈബിളിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, യോഹന്നാൻ 12 അധ്യായം വരെ മാത്രമേ യേശു ലോകത്തോട് സംസാരിച്ചോളൂ. അതിനുശേഷം യേശു ലോകത്തോട് സംസാരിച്ചില്ല. ബാക്കി പറഞ്ഞ മുഴുവൻ മാർമിക കാര്യങ്ങളും അവന്റെ 12 പേരോട് മാത്രമാണ്. ആമേൻ. നിങ്ങൾക്ക് അവന്റെ സന്നിധി ചെന്നിരിക്കാമെങ്കിൽ അവന്റെ രഹസ്യങ്ങൾ നിങ്ങളോട് അവൻ പങ്കുവെക്കും. നിങ്ങൾ അവന്റെ ആ സന്നിധിയിൽ മണിക്കൂറുകൾ ചെലവഴിക്കാമെങ്കിൽ അവന്റെ ഹൃദയം നിങ്ങളുമായിട്ട് പങ്കുവെക്കും. അവന്റെ കണ്ണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കും. അവന്റെ കാത് നിങ്ങളുമായിട്ട് പങ്കുവെക്കും. അവന്റെ സ്വപ്നങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കും. പക്ഷെ അവന്റെ അടുക്കൽ ചെന്നിരിക്കണം. നമുക്കതിന് സമയമില്ല. നിങ്ങൾ പഴയ നിയമത്തിൽ വായിച്ചിട്ടുണ്ടോ? ഈ വാക്യം എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുത്തുന്നു. അകത്തെ പ്രാകാരത്തിൽ പോകുന്ന മഹാപുരോഹിതൻ വേർപ്പുള്ളതൊന്നും ധരിക്കരുത് എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? നിനക്ക് അവിടെ ജോലിയില്ല, ചുമ്മാ സിറ്റ് ആൻഡ് വാച്ച് ദ പ്രസൻസ്. കേട്ടില്ല? നിങ്ങൾ ആ വാക്യം വായിച്ചിട്ടുണ്ടോ? അകത്തെ പ്രാകാരത്തിൽ ആണ്ടിലൊരിക്കൽ മാത്രമേ പുരോഹിതന് പോകാൻ പറ്റൂ. അകത്തെ പ്രാകാരത്തിൽ പോകുന്ന പുരോഹിതൻ വേർപ്പുള്ളത് ഒന്നും തന്നെ ചെയ്യരുത്, ഇടരുത്. എന്നാൽ പ്രാകാരത്തിൽ പുരോഹിതന് പണിയുണ്ട്. ആടിനെ അറക്കണം, തൊലി ഉരിക്കണം, അതിന് കേടുവല്ല ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യണം, അതിന്റെ കുളമ്പ് വെട്ടണം, അതിന്റെ അകത്തുള്ള കുടലെടുത്ത് കളയണം, കത്തിക്കണം, അത് ചാമ്പലാക്കണം. പക്ഷെ അകത്തെ പ്രാകാരത്തിൽ, പ്രാകാരം വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലത്ത് ആണ്ടിൽ ഒരിക്കൽ മാത്രം കയറുന്ന പുരോഹിതന് അവനോട് പറയാ, വേർപ്പുള്ളതൊന്നും ഇടരുത്. ഞാൻ അവിടെ ഇറങ്ങി വരുമ്പോൾ എന്റെ മഹത്വം നീ ദർശിച്ചാ മതി.
എന്നെ വലിയ കാര്യമാണ് പറഞ്ഞേ. കർത്താവുമായിട്ട് ചെലവഴിച്ചാൽ ഉണ്ടല്ലോ നിന്റെ എല്ലാ ടെൻഷനും മാറിപ്പോവും. കേട്ടില്ല. ഞാനൊരു കാര്യം നിങ്ങൾക്ക് ഒരു എളുപ്പ വഴിയല്ല, അത് ഇച്ചിരി ബുദ്ധിമുട്ടെങ്കിലും കേട്ടോ. ആമേ സ്വത്രം. ഭയങ്കര ടെൻഷനാ. ആശ്രയ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ടെൻഷനാ. ഒരു മണിക്കൂർ കർത്താവിൻ്റെ അടുക്കൽ പോയി ഒന്ന് ഇരുന്ന് പോയി. ചിലർ ടെൻഷൻ ഫ്രീ ആകാൻ വേണ്ടി കാർട്ടൂൺ കാണുന്നുണ്ട്. ചിലർ ടെൻഷൻ ഫ്രീ ആകാൻ വേണ്ടി പെറ്റിനെ വളർത്താറുണ്ട്. പട്ടി, പൂച്ച, കിളി, കോഴി, ആട്, മാട്. എന്നാ കർത്താവ് പറഞ്ഞ എൻ്റെ അടുക്ക വന്നൊന്ന് ഇരുന്ന് നോക്കുക, നിങ്ങൾക്ക് ആശ്വാസം കണ്ടെത്തും. ചെന്നിരിക്കണം. ഒരു മൂളിപ്പാട്ടൊക്കെ പാടി കർത്താവിൻ്റെ അടുക്ക ചെന്നിരിക്കണം. നമ്മുടെ ഭാരത്തെ ദൈവം എടുത്തെറിയും. നിങ്ങൾ ഫ്രീ ആയിട്ടായിരിക്കും എഴുന്നേറ്റ് വരുന്നത്. ഈ പകൽ ഈ ദൂത് കേട്ട് അത് പാലിപ്പാൻ ദൈവം ശിഷ്യന്മാരോട് ദൈവം സീരിയസ് മാറ്റർ സംസാരിക്കുക. നിങ്ങൾ ഇത്രയും നാൾ അത്ഭുതം കണ്ടു, അടയാളം കണ്ടു, എന്നെ കണ്ടു, പക്ഷെ ഇനി സീരിയസ് മാറ്റർ. അതാ ഞാൻ പറഞ്ഞു, ഒരു ഡീപ്പർ ലെവലിലേക്ക് ഒരാൾ പോയി കഴിഞ്ഞാൽ നിന്നോട് അവൻ സീരിയസ് ആയിട്ട് സംസാരിക്കും. ആമേൻ. നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാനൊരു കാര്യം പറയാൻ പോവാ. ശരിക്ക് ഞാൻ ദൈവ സാന്നിധ്യം അനുഭവിച്ചതൊക്കെ ശാന്തമായി പാട്ട് പാടുമ്പോഴാണ്. എനിക്കറിയത്തില്ല നിങ്ങളുടെ കാര്യം, പക്ഷെ എൻ്റെ കാര്യം ഞാൻ പറയുന്നു. ഈ സ്പീഡിൽ പാട്ടുന്ന പാട്ടിനകത്ത് അനുഭവിച്ചതിനേക്കാൾ ശാന്തമായി പരിശുദ്ധാത്മാവേ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവേ കാവൽ വേണം. ഒന്ന് പാടിക്കേ. പരിശുദ്ധാത്മാവേ കൂടെ വേണം, പരിശുദ്ധാത്മാവേ. നിങ്ങളിപ്പോൾ ഈ പാട്ട് പാടിയല്ലോ. വിജയ് ഒന്ന് ശാന്തമാണേ. 2 തരത്തിൽ ഈ പാട്ട് പാടാം. എൻ്റെ കണ്ണ് നനഞ്ഞ് നിങ്ങൾ കേട്ടോ. 2 തരത്തിൽ ഈ പാട്ട് പാടാം. ഒന്ന്, ഈ പാട്ട് അറിയാവുന്നത് കൊണ്ട് എനിക്ക് പാടാം. എന്നാൽ ആ പാട്ട് എൻ്റെ മനസ്സിൽ തട്ടിപ്പാടാം. നിങ്ങൾ നോക്കിയേ, ആ വാക്ക് ഉരുവിടുമ്പോ പരിശുദ്ധാത്മാവേ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവേ കാവൽ വേണം, പരിശുദ്ധാത്മാവേ കൂടെ വേണം, കൂടെ വേണം, പരിശുദ്ധാത്മാവേ. അത് പറയുമ്പം ശാന്തമായിട്ട് നിങ്ങളൊന്ന് പാടി നോക്കിയേ. നിങ്ങളുടെ ഹൃദയത്തെ തട്ടി ഒന്ന് പാടി നോക്കിയേ. ഒറ്റ മനുഷ്യൻ പോലും ഇതിൽ കരയാതിരിക്കത്തില്ല. നമ്മൾ പലരും എന്നാന്നറിയോ, നമുക്കറിയാവുന്നതുകൊണ്ടങ്ങ് പാടുക. അയ്യോ യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശു മതി എനിക്ക്. അറിയാവുന്നതുകൊണ്ട് പാടുക. അതുകൊണ്ടാണ് ഈ ആത്മാവിന്റെ ചലനം ഉണ്ടാകാത്ത. ആ കണ്ണുകളൊന്ന് അടച്ച്. പരിശുദ്ധാത്മാവേ കൂട്ടായ്മവേ. ആ കൂട്ടായ്മ വേണ്ടവര് മാത്രം. പരിശുദ്ധാത്മാവേ കാവൽ വേണം, അത് വേണ്ടവര് മാത്രം. പരിശുദ്ധാത്മാവേ കൂടെ വേണം, കൂടെ വേണം, പരിശുദ്ധാത്മാവേ. ഒരിക്കൽ കൂടെ ആവർത്തിച്ചൊന്ന് പാടിക്കേ. പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ കൂട്ടായ്മ വേണം. അങ്ങയുമായിട്ടൊരു കൂട്ടായ്മ. പരിശുദ്ധാത്മാവേ മനസ്സിൽ തട്ടട്ടെ. അത് കാവൽ വേണം, ഹൃദയത്തെ പിടിച്ചു കുലുക്കട്ടെ. പരിശുദ്ധാത്മാവൻ കൂടെ വേണം.
അതിന്റെ അടുത്തൊരു ചാൻസ് കൂടെ പാടിക്കേ. എന്നിൽ വസിക്കും നല്ല ആത്മാവേ, ഒന്ന് ധ്യാനിച്ചു പാടിക്കേ. എന്നെ നടത്തും ദൈവാത്മാവേ, എന്നിൽ വസിക്കും നല്ല ആത്മാവേ, എന്നെ നടത്തും ദൈവാത്മാവേ, എന്നോട് മിണ്ടും എൻ കൂടെ ഇരിക്കും. ആരൊക്കെ വിട്ടുപോയാ എന്നോട് നിന്നെ വിട്ടുപോകാത്തൊരാള് എൻ കൂടെ ഇരിക്കും. നല്ല സാഖിയേ, നല്ല തുണയേ, പരിശുദ്ധാത്മാവേ, ഒരു ഭയങ്കര ദൈവ സാന്നിധ്യോ. നല്ല സാഖിയേ, നല്ല തുണയേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണോ, പരിശുദ്ധാത്മാവിൻ കാവൽ വേണം, പരിശുദ്ധാത്മാവൻ കൂടെ വേണം, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ആഴമായ ഒരു അനുഭവത്തിൽ കൊണ്ടുപോകണമേ. ഈ ബാഹിക പ്രകടനങ്ങളിൽ നിന്ന് ഞങ്ങളെ കുറച്ച് ആഴത്തിലേക്ക് നീ കൊണ്ടുപോകണമേ. ഈ സൺഡേ ഞങ്ങളെ കുറച്ച് ആഴത്തിലേക്ക് നീ കൊണ്ടുപോകണമേ. യേശുവേ, ഈ ബാഹിക പ്രകടനത്തിൽ നിന്ന് ഞങ്ങളെ കുറച്ച് ആഴത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയാൽ പരിശുദ്ധാത്മാവേ, എന്നെ വലിച്ചോണ്ട് പോകണം, ഞങ്ങളെ വലിച്ചോണ്ട് പോകണമേ. അങ്ങ് കൂട്ടായ്മ വേണം. ആരെങ്കിലും ഒക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ടോ? പരിശുദ്ധാത്മാ, ഞങ്ങൾക്ക് ഈ ലെവല് പോരാ, കുറച്ചുകൂടെ ആഴത്തിലേക്ക് പോകാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. നിന്നെ ആഴത്തിൽ സ്നേഹിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. ഞങ്ങളുടെ ആത്മീക ജീവിതത്തിന്റെ അടുത്തൊരു നിലവാരത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണം യേശുവേ. പരിശുദ്ധാത്മാവേ, ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചോണ്ട് ഒന്ന് മലർത്തിപ്പിടിച്ചോണ്ടൊന്ന് പ്രാർത്ഥിക്കാവോ? എന്നോട് പെട്ടെന്ന് ദൈവാത്മാ പറയുന്നു ഒന്ന് പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. കൊതിയുള്ളവർ മാത്രം. കർത്താവേ, ഞങ്ങളുടെ ആത്മീക ജീവിതത്തിൽ ഇതുവരെ ഞങ്ങൾ ബാഹിക തലത്തിൽ നിന്നുകൊണ്ട് ആ കൈയടിച്ചതും പ്രാർത്ഥിച്ചതും ഒക്കെ, പക്ഷെ കുറച്ച് ഡീപ്പായിട്ട് ഞങ്ങളെ നീ ഒന്ന് കൊണ്ടുപോകണമേ കർത്താവേ. ഓ ഒന്ന് പ്രാർത്ഥിച്ചേ, ഉള്ളത്തിന്ന് പ്രാർത്ഥിച്ചേ. പൗലോസ് ഒത്തിരി ആഴത്തിലോട്ട് പോയപ്പം പൗലോസ് പറയുക, ആ പാപികളിൽ ഞാൻ ഒന്നാമനാ. ശിഷ്യന്മാരോട് കുറച്ച് ആഴത്തിലേക്ക് പോയപ്പം ദൈവത്തിന്റെ ആത്മാവ് അവരോട് കാര്യങ്ങൾ, വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ അവരോട് സംസാരിക്കുകയാണ്. വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ എന്റെ വായിൽ ഇങ്ങനെ ഒരു വാക്ക് ദൈവം തരുന്നു, ആത്മാവേ എന്നെ വലിച്ചോണ്ട് പോകണമേ, ആഴത്തിലേക്ക് നീ എന്നെ കൊണ്ടുപോകണമേ, ആഴത്തിൽ എന്നോട് ഇടപെടണമേ. ഹല്ലേലൂയ. ഓ നല്ല സാഖിയേ, നല്ല തുണയേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നല്ല സഖിയേ,
നല്ല തുണയേ പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവിൻ Yes, Lord. കൂട്ടായ്മ വേണം. Amen. പരിശുദ്ധാത്മാവിൻ ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു, കാവൽ വേണം. ഇതിനകത്തിരിക്കുന്ന ചിലരെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുന്നു. ഒരാഴത്തിലേക്കുള്ള സഞ്ചാരം ദൈവാത്മാവ്, കൂടെ വേണം. ഒരു ഡീപ്പർ റെവലേഷൻ, ഒരു ഡീപ്പർ റിലേഷൻഷിപ്പ്, ഒരു ഡീപ്പർ പ്രോഫസി, ഒരു ഡീപ്പർ റെവലേഷൻ, ഒരു ഡീപ്പർ ഹോളി ലൈഫ്, വിശുദ്ധ ജീവിതം. യേശുവേ, വഴുതിടാതെന്നെ താങ്ങും മരുഭൂമിയിൽ നൽനീരുറവ, മുറിവുകളിൽ നൽതൈലവുമായി, മരുഭൂമിയിൽ നൽനീരുറവ, മുറിവുകളിൽ നൽതൈലവുമായി, നല്ല സഖിയേ, നല്ല തുണയേ, പഠിക്കേ. പരിശുദ്ധാത്മാവേ, നിങ്ങൾ വാ തുറന്നത് പാടണം. നല്ല സഖിയേ, നല്ല. നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം ഇറങ്ങി പോകട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കൂട്ടായ്മ വേണം. എല്ലാ ടെൻഷനും ഇറങ്ങി പോകട്ടെ. പരിശുദ്ധാത്മാവിൻ എല്ലാ ലോകമയത്തങ്ങൾ ഇറങ്ങി പോകട്ടെ. കാവൽ വേണം. എല്ലാ ആകുല ചിന്തകൾ ഇറങ്ങി പോകട്ടെ. പരിശുദ്ധാത്മാവിൻ ദൈവശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. കൂടെ വേണം. യേശുവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, യേശുവിന്റെ നാമത്തിൽ. കൂട്ടായ്മ വേണം. Yes, Lord. പരിശുദ്ധാത്മാവേ, Amen. കാവൽ വേണം. പരിശുദ്ധാത്മാവേ, കൂടെ വേണം. പരിശുദ്ധാത്മാവേ, അല്പനേരം ശാന്തമായ കണ്ണടഞ്ഞിരിക്കട്ടെ. കണ്ണടയ്ക്കുന്നത് ഉറങ്ങാനുള്ള ഓപ്ഷനല്ല. നിങ്ങളൊരു ഡീപ്പർ അവസ്ഥയിലേക്ക് പോകാൻ പോവാ. ദൈവം നിങ്ങളെ കൊണ്ടുപോകാൻ പോവാ. നിങ്ങളെ കുറച്ച് ആഴത്തിലോട്ട് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുന്ന കാഴ്ച ഞാൻ കാണുകയാണ്. ഞാൻ ചിലരുടെ മുഖം എൻ്റെ മുമ്പിൽ തെളിഞ്ഞു വരുന്നു. ചില ഡീപ്പറായിട്ടുള്ളൊരവസ്ഥയിലേക്ക്, കരയുമായിട്ടുള്ള ബന്ധം മാറ്റി നിന്നെ ചില ആഴക്കടലിലോട്ട് ദൈവം കൊണ്ടുപോകാൻ പോവാ. ഓ, ജീവിതത്തിൽ യേശു വേണം. Yes, Lord. ഓരോ നിമിഷവും യേശു വേണം. എന്നന്ത്യം വരെ പ്രിയനേ വേണം. യേശു വേണം.
തൊടാതെ പോകല്ലേ, ഓരോ നിമിഷവും യേശു വേണം. നിങ്ങളെ തൊടാതെ പോകല്ലേ. എന്നന്ത്യം വരെ പ്രിയനേ വേണം. യേശു വേണം. എൻ ജീവിതത്തിൽ യേശു വേണം. ഓരോ നിമിഷവും എനിക്ക് യേശു വേണം. എന്നന്ത്യം വരെ പ്രിയനേ വേണം. യേശു വേണമെങ്കിൽ ഉണ്ടാകും എനിക്കും ചെയ്യുവാൻ സാധ്യമല്ല. കുഞ്ഞുങ്ങളടക്കം എല്ലാവരും ഒന്ന് കണ്ണടച്ച ദൈവത്തിന് നന്ദി പറഞ്ഞാൽ, ആരും കണ്ണു തുറന്ന ലക്ഷ്യമായിരിക്കരുത്. യേശുവേ എന്ന അതരത്തിൽ നിന്ന് ഉരുവിട്ടെ. യേശുവേ എന്നൊന്ന് അതരം, ഈ പാട്ടൊന്നും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല. യേശുവേ എന്നൊന്ന് ഉരുവിട്ട് ഇവിടെ മറ്റൊരു അന്തരീക്ഷം ഉണ്ടാകുകയാണ്. നിങ്ങളെ ഡീപ്പറായിട്ടുള്ളൊരു അനുഭവത്തിൽ ദൈവം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. യേശു വേണം. എന്നന്ത്യം വരെ പ്രിയനേ പിതാവേ, ഞങ്ങളെ സഭയായിട്ട് ഞങ്ങളെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ കുറച്ചാഴത്തിലേക്ക് കൊണ്ടുപോകണം. ഞങ്ങൾ ഈ ഉപരിതലത്തിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല കർത്താവ്. ഞങ്ങളെ കുറച്ച് ഡീപ്പായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോകണമേ. നിന്നോട് ചേർന്നിരിപ്പാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. ഞങ്ങളെ അതിനായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവ്. ചിലർ വാവിട്ട് കരയും ഇന്ന് രാത്രി. തൊടുക പരിശുദ്ധാത്മാവേ, ജനത്തെ തൊടുക പരിശുദ്ധാത്മാവേ. Everyone, everyone. Take me, Lord, into the deeper level of God, Holy Spirit. Hallelujah, hallelujah. We praise you, Lord. Thank you, Lord. നിങ്ങളെ ആരെയൊക്കെയോ പരിശുദ്ധാത്മാവും ലൊക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ ഒരാഴമായ ക്രിസ്തീയ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ ദൈവം കൊതിക്കുന്നു. ഈ ബാഹ്യപ്രകടനങ്ങളെല്ലാം മാറ്റി, ഈ ബാഹ്യപ്രകടനങ്ങളെല്ലാം മാറ്റി ദൈവം യേശുവേ, യേശുവേ നിൻ കൺകൾ ഞാനായിടാം, നിൻ കാതുകൾ ഞാൻ
നിൻ ശബ്ദം എൻ ശബ്ദമായിടട്ടെ. യേശുവേ നിൻ കൺകൾ Hallelujah. Lord, touch everybody. Name of Jesus. നിൻ ഹൃദയമെന്റേതായി തീരട്ടെ. Yes. ആയിടട്ടെ വരുന്നു ഞാൻ മുഴുവനാ നിന്റെ സന്നിധിയിൽ വരുന്നു ഞാൻ മുഴുവനാ. Deeper touching, deeper touching, deeper touching. Hallelujah. Deep level of touching, deep level of touching, deep level of touching. Hallelujah. Shikabakata la katara baba baba la katara bakatara bakatara bakarata la baya rakata la baba baba. Deeper touching. Oh, rakata rakata la baya harayada la karabaya terabaya daraba baba. നിൻ സ്നേഹം ആമേൻ. ആഴത്തിലെ സ്പർശനം, ആഴത്തിലെ സ്പർശനം, ആഴത്തിലെ സ്പർശനം, ആഴത്തിലെ സ്പർശനം, ആഴത്തിലെ സ്പർശനം. Yes, in the name of Jesus. തൊടുന്നു തൊടുന്നു പരിശുദ്ധാത്മാവ് തൊടുന്നു, പരിശുദ്ധാത്മാവ് തൊടുന്നു, പരിശുദ്ധാത്മാവ് തൊടുന്നു, പരിശുദ്ധാത്മാവ് തൊടുന്നു. ഓ വരുന്നു ഞാൻ തൊടുന്നു തൊടുന്നു പരിശുദ്ധാത്മാവ് തൊടുന്നു, പരിശുദ്ധാത്മാവ് തൊടുന്നു, പരിശുദ്ധാത്മാവ് തൊടുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് തൊടുന്നു, പരിശുദ്ധാത്മാവ് തൊടുന്നു, പരിശുദ്ധാത്മാവ് തൊടുന്നു. ഓ വരുന്നു ഞാൻ. തൊടുക. നിൻ സാന്നിധ്യം പരിശുദ്ധാത്മാവെ തൊടുക. ആഴത്തിൽ ഞങ്ങൾ നൽകുന്നേ നല്ല ആശ്വാസം. ഈ ദിവസങ്ങളിൽ യേശുവേ അടങ്ങിയിരിക്കാൻ പറ്റാത്ത തരത്തിൽ, നിൻ മൗനമായിരിക്കാൻ പറ്റാത്ത തരത്തിൽ തൊടുന്നൊരു വലിയ ദൈവസ്നേഹം. Jesus. Mighty name of Jesus Christ. യേശുവേ നിൻ സാന്നിധ്യം നൽകുന്നേ നല്ല ആശ്വാസം. വേറെങ്ങു പോകും ഞാൻ നാഥാ, വേറില്ലോരാശ്രയം അപ്പാ. വേറെങ്ങു പോകും ഞാൻ നാഥാ, വേറില്ലോരാശ്രയം അപ്പാ. പുലർമഞ്ഞിൽ വെയിലേൽക്കും പോലെ ദുഃഖം മാഞ്ഞുപോയി, തിരിനാളം തെളിയുന്ന പോലെ ഉള്ളം ദീപ്തമായി. പുലർമഞ്ഞിൽ വെയിലേൽക്കും പോലെ ദുഃഖം മാഞ്ഞുപോയി, തിരിനാളം തെളിയുന്ന പോലെ ഉള്ളം ദീപ്തമായി. രാജേന്ദ്രൻ എഴുന്നേറ്റ് നിന്നാണ്. യേശുവേ നിൻ സാന്നിധ്യം ഈ കുഞ്ഞിനെ ദൈവം തൊടുന്ന് ഞാൻ കാണുകയാണ്. നൽകുന്നേ
ഇന്ന് രാവിലെ ഈ സഭായോഗത്തിൽ വെച്ച് ആഴത്തിൽ ഇവളെ സ്പർശിക്കുക ദൈവം. യേശുവേ നിൻ സാന്നിധ്യം ദൈവം എന്നെ കാണിക്കുന്ന കാഴ്ചകൾ ഇതാണ്. ഇവൾ ആരോടും പറയാത്ത കുറേയേറെ സങ്കടങ്ങൾ ഇവളുടെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. കുറേ നാളുകളായി അത് തട്ടിപ്പൊത്തി മനസ്സിന്റെ ഏതോ ഒരു കോണിനകത്ത് നീ അത് സൂക്ഷിച്ച് വെളിപ്പെടുത്താതെ നീ കൊണ്ടുപോകുകയാണ്. എന്നാൽ ദൈവം തമ്പുരാൻ അത് കണ്ടുകൊണ്ട് സംസാരിക്കുക. അതിനെ വെള്ളം ഒഴുക്കിക്കളയുന്ന പോലെ ഞാൻ നിന്നീന്ന് ഒഴുക്കിക്കളയും. നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഞാൻ കാണുന്ന അടുത്തൊരു വെളിപ്പാട്, ദൈവസ്നേഹം നിന്റെ അകത്തേക്ക് ആഴത്തിൽ വെളിപ്പെട്ടു വരുന്നത് ഞാൻ കാണുകയാണ്. നീ ദൈവസ്നേഹത്തെ കുറിച്ചായിരിക്കും കൂടുതൽ പാടുന്നത്, നീ കൂടുതൽ പറയുന്നത്, നീ അനുഭവിക്കുന്നതും അങ്ങനെ ആയിരിക്കും. ചില സമയത്ത് നിനക്ക് സ്നേഹം കിട്ടുന്നില്ലെന്ന് നിനക്ക് തോന്നുകയാണ്. ഓ, എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കണേ. നിനക്ക് ചിലരിൽ നിന്നൊന്നും സ്നേഹം കിട്ടുന്നില്ലെന്ന് നീ പറയുക. പക്ഷെ ആ സ്ഥലത്ത്, ആ സമയത്ത് ദൈവ സ്നേഹം നിന്റെ അകത്ത് ആഴത്തിൽ അനുഭവിക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് നിന്റെ അടുത്ത് നിൽക്കുന്നത് നീ കാണാൻ പോകുകയാണ്. തൊടുക പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. ഒരു സ്പർശനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഈ കുഞ്ഞിനോടൊരു പ്രവചനം പറയുക. ഇതുവരെ നീ പലയിടത്ത് സ്ലോ ആയിട്ടാ വന്നേ. ഇനി നിന്നെ കൈയെത്തി പിടിക്കാൻ പറ്റാത്ത സ്പീഡിൽ ഞാൻ നിന്നെ ഓടിക്കാൻ പോകുകയാണ്. ഇനി നിന്റെ കൂടെ ആരും ഓടി വരത്തില്ല, ഓടി ജയിക്കത്തില്ല. നിന്റെ കൂടെ ആരും ഓടി കയറത്തില്ല. അതുപോലൊരു സ്പീഡ് പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിനകത്ത്. ഓ ഹല്ലേലൂയ. നിന്നെ ഞാനൊരു മിഷണറി ആക്കും. യേശുവിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വക്താവാക്കി ഞാൻ നിന്നെ മാറ്റും. നിനക്ക് നിന്റെ കുടുംബത്തിൽ വെച്ച്, ബന്ധുക്കാരുടെ നടുവിൽ വെച്ച് ഞാൻ നിന്റെ തലയെ ഉയർത്തും. ഞാൻ നിന്റെ ഐഡന്റിറ്റി വർദ്ധിപ്പിക്കും. അസൂയ ഉളവാകത്തക്കവണ്ണം ഞാൻ നിന്റെ പേരിനെ പ്രസിദ്ധിപ്പെടുത്തും. വിശ്വസിക്കുന്നവർ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. യേശുവേ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാമോ എല്ലാ പ്രിയപ്പെട്ടവരും? നമ്മൾ കണ്ണു തുറന്നേ. ഈ കാര്യം ശ്രദ്ധിക്കണം, ഈ വാക്ക് ശ്രദ്ധിക്കണം. ഒത്തിരി ഡീപ്പർ ഒരു ആഴത്തിലോട്ട് പോയി കഴിയുമ്പോൾ സൈലൻസ് ആണ് ഉണ്ടാകുന്നത്. സൈലൻസ്. ഇങ്ങോട്ട് നോക്കിയേ. ഉൾക്കടലിൽ തിരയില്ല, കരയ്ക്ക് നിൽക്കുന്നവനെ തിരയുള്ളൂ. മനസ്സിലായില്ല? മനസ്സിലായെങ്കിൽ പ്രതികരിക്കും. ഉൾക്കടലിൽ പോയാൽ തിരയില്ല, അവിടെ ശാന്തതയാ. അതാ ഞാൻ പറഞ്ഞത്. നീ ഒത്തിരി ആഴത്തിലോട്ട് പോകുമ്പോൾ ഭയങ്കര സൈലൻസ് ആയിരിക്കും. യേശുവേ നിത്യ സ്നേഹത്താൽ
ലോകം നൽകിയിടും സ്നേഹത്തേക്കാൾ ഓ അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിയിടും സ്നേഹത്തേക്കാൾ. ചിലരുടെ സംശയം മാറാൻ ഈ രാവിലെ ദൈവാത്മാവ് ഒരു വാക്ക് പറയും. അതുകൊണ്ടാണ് നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് മരുഭൂമിയിലോട്ട് ദൈവം കൊണ്ടുപോകുന്നത്. അവിടെ സൈലൻസ് മാത്രമേ ഉള്ളൂ. കേട്ടില്ല? ഗ്ലോറിയസ് റിവൈവൽ ചർച്ചിലുള്ള ഒരു ഘട്ടം ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ മരുഭൂമി കൊണ്ടുപോകുന്നത് എന്നാണെന്നറിയോ? അവിടെ ആളും പേരും ഇല്ല, അവിടെ കൂട്ടുകാരില്ല, അവിടെ സൈലൻസ് മാത്രമേ ഉള്ളൂ. ഹലോ, പരിശുദ്ധാത്മാ പറയുന്നു, ആഴത്തിലേക്ക് പോകുമ്പോൾ ബഹളമല്ല, സൈലൻസാ. നിങ്ങൾ ചിലർ വിചാരിക്കുന്നു ഈ കൈ അടിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ആത്മീയത എന്ന് പറയുന്നവർ ചിലരുണ്ട്. പക്ഷെ തെറ്റാ. ഒത്തിരി ബഹളം ചർച്ചിനകത്തുണ്ടാക്കുന്നു. ചിലർ പറയും, അയ്യോ അവള് ഭയങ്കര ആത്മീയ, പക്ഷെ വെറും പടവാ. ഈ ഉള്ള കൈയടിയൂടെ പോവല്ലേ, തീർന്നു. നമ്മൾ അങ്ങനെയല്ല കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ചിലർക്ക് കൈയടിയോ ഒന്നും തന്നെ ഇല്ല, പക്ഷെ അവര് ശക്തമായ വചനത്തെ ഉൾക്കൊള്ളുന്നുണ്ട്. ഒരാമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ബഹളങ്ങൾക്കകത്തല്ല, ശാന്തതയ്ക്കകത്താണ് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. ബഹളം പരിശുദ്ധാത്മ വരുമ്പോ ഉണ്ടാവും, പക്ഷെ നമ്മൾ അത് വെച്ച് വിലയിരുത്തരുത്. ആ ശാന്തതയ്ക്കകത്താണ്. ഒരു ആമീൻ പറഞ്ഞാണ്. അതുകൊണ്ട് ഈ മീറ്റിംഗ് ഇവിടെ തീരുമ്പം ഒരു കാര്യം ഓർത്തോ, ദൈവം നിങ്ങളെ മക്കളെന്ന പദവിയിലാണ് ഈ പകലാക്കിയിരിക്കുന്നത്. ഞാൻ റിയൽ സ്റ്റേറ്റ് പ്രസംഗിക്കുമ്പോൾ പറയുന്നു, ആദാമിനെ ദൈവത്തിന്റെ മകൻ എന്നാണ് അതിസംബോധന ചെയ്തത്. കേട്ടില്ല? രാമീൻ പറഞ്ഞാട്ട്. ആദാമിനെ ദൈവത്തിന്റെ മകൻ എന്നാ ദൈവം സംബോധന ചെയ്ത്. 2, ഇസ്രായേൽ മക്കളെ ബൈബിളിനകത്ത് ദൈവത്തിന്റെ മകൻ എന്നാണ് യെരമ്യ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതേ ദൈവം പുതിയ നിയമസഭയെ നോക്കിയിട്ട് പറയുന്നു, നിങ്ങൾ എൻ്റെ മന്ദിരമാണ്, നിങ്ങൾ എൻ്റെ മക്കളാണ്. കരമടിച്ചു ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. കരമടിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. യു ആർ ദ സൺസ് ഓഫ് ഗോഡ്. നിങ്ങൾ എൻ്റെ മക്കളാണ്. അതിൽ കുറഞ്ഞൊരു പദവി ഞാൻ നിങ്ങളെ കുറിച്ച് കാണുന്നില്ല. ഇന്ന് പകല് എനിക്ക് ഒത്തിരി ഞാൻ നോട്ട് എഴുതിക്കൊണ്ട് വന്നെങ്കിലും എനിക്കതൊന്നും പറയാൻ പറ്റിയില്ല. നമ്മുടെ സഭായോഗം മറ്റൊരു നിലവാരത്തിലേക്ക് പോയി. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. പരിശുദ്ധാത്മാവ് ഈ ചർച്ചിനെ ഒരു ഡീപ്പർ ലെവലിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ വിശ്വസിച്ചവരുണ്ടെങ്കിൽ മാത്രം ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ശബന ഹസ്തരാധരാധര. ദൈവം കുറച്ച് ആഴത്തിലേക്ക് ഈ സഭയെ കൊണ്ടുപോകാൻ പോകുകയാണ്. ഇവിടുത്തെ വിശ്വാസികളെ കൊണ്ടുപോകാൻ പോകുകയാണ്. ഹല്ലേലൂയ. വളരെ ശക്തമായ ആത്മീക അനുഭവങ്ങൾ ഈ കൂട്ടായ്മയിൽ ഉണ്ടാകാൻ പോകുകയാണ്. ഇതുവരെ ദൈവസന്നിധിയിൽ വലിയ പ്രയോജനപ്പെടാതെ ഇരിക്കുന്ന ചിലരെയൊക്കെ ദൈവ കരങ്ങളിൽ എടുക്കാൻ പോകുകയാണ്. ചിലര് പ്രവചിക്കാൻ പോകുകയാണ്, ദർശനങ്ങൾ കാണാൻ പോകുകയാണ്, വിടുതലിന്റെ ശുശ്രൂഷ ചെയ്യാൻ പോകുകയാണ്. അവർ കൈവെക്കുന്നിടത്ത് അത്ഭുതങ്ങൾ നടക്കാൻ പോകുകയാണ്. ദൈവവുമായിട്ടൊരു ആഴമായ ബന്ധം സംഭവിക്കാൻ പോകുകയാണ്. Thank you, Holy Spirit. Thank you, Jesus. Hallelujah. Thank you, Lord. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. Thank you, Jesus. For your name is holy, holy, Lord. For your name is holy, holy.
അറിയാവുന്നവരൊന്ന് പാടിക്കേ. അങ്ങേ അല്ലാതെ വേറൊന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ. അങ്ങേ പിരിഞ്ഞു, അങ്ങേ പിരിഞ്ഞു, അങ്ങേ മറന്നു, യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങേ അല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധാരയിൽ. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, വാ തുറന്നൊന്ന് പാടിക്കേ. സ്നേഹിക്കുന്നേ, ഓ മൈ ഗോഡ്, സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല, എന്റെ ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിയിടോ, ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവനദിയേ. വേറൊന്നിനാലും വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല, എന്റെ ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിയിടും പരിശുദ്ധാത്മാവേ, ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവനദിയേ. സ്നേഹിക്കുന്നേ, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്ന യേശുവേ, സ്നേഹിക്കുന്നേ യേശുവേ. ഓ സ്നേഹിക്കുന്നേ, നേസിക്കറപ്പ, സ്നേഹിക്കുന്നേ, നേസിക്കറപ്പ, സ്നേഹിക്കുന്നേ യേശുവേ. ഓ സ്നേഹിക്കുന്നേ, Love you, Lord. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ. More power, more of you in my life. More love, more power, more of you in my life. And I will worship you with all of my heart. And I will worship you with all of my strength. And I will worship you with all of my mind. And you are my Lord. You are my Lord. For you are my Lord.
മാറുകയില്ല. Yes, Lord. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ അച്ചോടുമതി, അച്ചോടുമതി. യേശു എന്റെ കൂടെ മതി. അന്ത്യം വരെ, അന്ത്യം വരെ. ഒന്ന് പാടിക്കേ. അച്ചോടുമതി. യേശു എന്റെ കൂടെ മതി. അന്ത്യം വരെ. ഒന്ന് പാടിക്കേ. അച്ചോടുമതി. അശാന്തതയ്ക്കകത്ത് യേശു എന്റെ കൂടെ മതി. ഇരുളേറും രാത്രിയിൽ വഴിയേതെന്നറിയില്ല. തിര ഉയരും യാമത്തിൽ തീരമൊന്നും കാണില്ല. ഒന്നു ഞാനറിയും എന്നെ വിളിച്ച ദൈവം വിശ്വസ്ത. കൺമണി ഒന്നു ഞാനറിയും എന്നെ വിളിച്ച ദൈവം വിശ്വസ്ത. കൺമണി കൂടെയുണ്ട് കാവലായി. പെരുവെള്ളവും തോറ്റുപോകുമേ. യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. പെരുവെള്ളവും തോറ്റുപോകുമേ. യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. ഓരോ ചുവടും അത്ഭുതമേ. യേശു തരും അനുഭവമേ. നന്ദി ചൊല്ലി തീർക്കുവാൻ ആവതില്ല തെല്ലുമേ. ഇരവിലും പകലിലും യേശു എന്റെ പാലകൻ. വീട്ടിലെത്തുവോളം എന്നെ കൈവിടാത്ത സ്നേഹിതൻ. ഇരവിലും പകലിലും യേശു എന്റെ പാലകൻ. വീട്ടിലെത്തുവോളം എന്നെ കൈവിടാത്ത സ്നേഹിതൻ. നിത്യ സ്നേഹമേ, നിസ്തുല്യ സ്നേഹമേ. യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. നിത്യ സ്നേഹമേ, നിസ്തുല്യ സ്നേഹമേ. യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. ആമാറോടു ചേർന്നിരുന്ന ഭയമില്ലയേ. യേശുവിന്റെ കൂടെ ഉള്ള യാത്ര, യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. മാർബോടു ചേർന്നിരുന്ന ഭയമില്ലയേ. അൻപേറും കൈകളാൽ അത്ഭുതമായി നടത്തിടും. മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല,
മടുത്തു മാറുകയില്ല, ഒറ്റയ്ക്കു വിടുകയില്ല. ആ കരങ്ങളൊന്ന് ഉയർത്തിക്കൊണ്ട് മാറുകയില്ല, ഓ ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല, അന്ത്യം വരെ യേശു എന്റെ കൂടെ മതി, അന്ത്യം വരെ മതി. യേശു എന്റെ കൂടെ മതി. താങ്ക് യു ലോർഡ്. നിങ്ങൾ അവന്റെ മക്കളായതുകൊണ്ടാ നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും അവൻ കരുതുന്നത്. കേട്ടോ കേട്ടോ, നിങ്ങൾ അവന്റെ മക്കളായതുകൊണ്ടാ എല്ലാ വഴി അടഞ്ഞാലും നിനക്ക് വേണ്ടി അവൻ കരുതുന്നത്. നീ അവന്റെ മക്കളായതുകൊണ്ടാ ഒരാപത്തും തട്ടാതെ നിന്നെ അവൻ കാക്കുന്നത്. നിന്റെ കാല് കല്ലിൽ തട്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാ? നീ അവന്റെ മകനായതുകൊണ്ടാ. നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷയ നിങ്ങൾ അകപ്പെടുമ്പോൾ അതിനകത്ത് പോക്ക് വഴി കൽപ്പിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങൾ അവന്റെ മക്കളായതുകൊണ്ടാണ്. ഹല്ലേലൂയ. നിങ്ങളെ ആരെങ്കിലും ഒരാള് എന്തെങ്കിലും പറഞ്ഞാൽ അവൻ സഹിക്കത്തില്ല കേട്ടോ. ഈ വാക്യം അറിയാവുന്നവർ ഈ പള്ളിയിൽ നിൽപ്പുണ്ട്. നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവൻ സഹിക്കത്തില്ല. അവന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നതിന് തുല്യമാണ്. എന്താണെന്നറിയാമോ? നീ അവന്റെ മകനായതുകൊണ്ടാ. മക്കളെ തൊട്ടാൽ നോവും അപ്പന്. കൈ അടിക്കുന്നവർ അടിച്ചോ. മക്കളെ തൊട്ടാൽ അപ്പന് നോവും. മക്കളെ തൊട്ടാൽ അപ്പന് നോവും. മക്കളെ തൊട്ടാൽ അപ്പന് നോവും. നിനക്കൊരു ദോഷവും വരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിന്നെ ദോഷം ചെയ്യുന്നവർക്കെതിരെ നീ പ്രതികരിക്കണ്ട. സ്വർഗം പ്രതികരിക്കും. ഇതിന്റെ ബാക്കി ഞാൻ അടുത്ത സൺഡേ പ്രസംഗിക്കാം. നിന്നെ തൊട്ടാൽ ദൈവം വെറുതെ ഇരിക്കത്തില്ല. ബിക്കോസ് യു ആർ ദ സൺസ് ഓഫ് ഗോഡ്. നീ അവന്റെ സ്വന്തം മക്കളാ. കർത്താവ് ഇന്ന് രാവിലെ എന്നോട് പറയുന്നു, ഈ അധികാരത്തിൽ നിന്നോട് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുക. അതുകൊണ്ടാണ് നമ്മൾ ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞത്, മക്കളെങ്കിലോ അവകാശികളാകുന്നു. കൈകൾ അടിച്ചു ദൈവത്തിന് ആമേൻ പറഞ്ഞോട്ട്. നീ അന്യനല്ല, പരദേശിയല്ല, നീ അനാഥനല്ല, വിധവയല്ല, നീ അവന്റെ സ്വന്തം മകനാണ്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക. Oh, for your name is holy, holy Lord. எனக்காய் மரித்தீரே, உமக்காய் வாழ்வேனே. எனக்காய் மரித்தீரே, உமக்காய் வாழ்வேனே. உம்மை நேசிக்கிறே, ഉമ്മൈ നേസിக்கிறേ. ഞാൻ അങ്ങ് സ്നേഹിക്കുന്നപ്പാ. ഉമ്മൈ നേസിக்கிறേ, ഉമ്മൈ നേസിக்கிறേ, ഉമ്മൈ നേസിக்கிறേ, ഉമ്മൈ നേസിக்கிறേ, ഉമ്മൈ
உம்மை நேசிக்கிறேன், உம்மை நேசிக்கிறேன் இயேசு. അതുകൊണ്ടാ നിന്നെ ഇത്ര അധികം അവൻ സ്നേഹിക്കുന്നത്. ഈ പള്ളിയിലുള്ളവരത് കേട്ടോന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ടാ നിന്നെ ഇത്ര അധികം, നീ അവന്റെ മകനായതുകൊണ്ടാ ഇത്ര അധികം നിന്നെ സ്നേഹിക്കുന്നത്. പലരും ഇട്ടിട്ട് പോകുമ്പോ അവന്റെ സ്നേഹം മാറാത്തതാണ്, അവന്റെ സ്നേഹം മറക്കാത്തതാണ്. നിത്യസ്നേഹം കൊണ്ട് അവൻ നിന്നെ സ്നേഹിച്ചു. നമ്മള് ഒത്തിരി പേരെ പ്രതീക്ഷിച്ച് അന്ത്യം വരെ നമ്മുടെ കൂടെ കാണുമെന്ന്, പക്ഷെ അവരെല്ലാം ഇട്ടിട്ട് പോയി. പക്ഷെ ഇട്ടിട്ട് പോകത്തില്ലെന്ന് വാക്ക് പറഞ്ഞ ഒരാൾ ഇവിടെ നിൽപ്പുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? യേശുവിന്റെ നാമത്തില് നിന്നെ ഒരുപാട് പേര് ഇട്ടിട്ട് പോയി, പക്ഷെ ഇടാതെ ഇന്നും നിന്നെ പിന്തുടരുന്ന ഒരു സ്നേഹം, അത് കാൽവറിയിലെ സ്നേഹമാണ്. പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും സത്യസാക്ഷി ജീവിക്കും അങ്ങിൽ സത്യസാക്ഷിയായി ജീവിക്കും सर्वश्रेष्ठ तेरे जैसा नहीं और कोई, धन्य है सर्वश्रेष्ठ तेरे जैसा തമ്പുരാനെ, നിന്റെ മുമ്പിൽ ഞങ്ങള് കുമ്പിടുന്നു. നീ ഞങ്ങളെ അങ്ങയുടെ മക്കളാക്കി തീർക്കുവാൻ അങ്ങ് കാൽവറി കൊടുത്ത അങ്ങയുടെ വിലപ്പെട്ട രക്തത്തിനായി സ്തോത്രം. അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ ഞങ്ങളുടെ ഉള്ളിൽ തന്ന വലിയ സ്നേഹത്തിനായി സ്തോത്രം. അതുകൊണ്ട് ഞങ്ങളെ ആർക്കും തകർക്കാൻ പറ്റത്തില്ലപ്പാ. ഞങ്ങൾ ക്രിസ്തുവിൽ ജയാളികളാകുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ആ പദവിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളെ ഞാൻ അനുഗ്രഹിച്ചു, കൈ ഉയർത്തി യേശുവിന്റെ നാമം പറഞ്ഞ് ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവർ ദാസരല്ല, ഇവർ അനാഥരല്ല, ആരോരുമില്ലാത്തവരല്ല,
ഇവർക്കൊരപ്പനുണ്ടപ്പാ. ഇവർ സ്വർഗത്തിൻ്റെ സന്താനങ്ങളാണപ്പാ. നീ ഇവരെ ഉപയോഗിക്കും, അനുഗ്രഹിക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഉറക്കെ ആമേൻ പറഞ്ഞാട്ട്. അതാത് സ്ഥാനത്തിരുന്നാട്ട്. എനിക്ക് ഇന്നൊരു ഭയങ്കര സന്തോഷം തോന്നിയതിൻ്റെ കാരണം എൻ്റെ മോൻ എൻ്റെ കൂടെ ശുശ്രൂഷിക്കാനായിട്ട് എഴുന്നേറ്റ് നിന്നു എന്നുള്ളതാണ്. നീ ഇഞ്ഞു വന്നേ ജോഹാനെ. അവൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവനിപ്പം 2 പ്രാവശ്യമായിട്ട് അപ്പൻ ശുശ്രൂഷിച്ച സമയത്ത് മോനും കൂടെ, ഞാൻ അവനോട് പറഞ്ഞിട്ടൊന്നുമല്ല, നിങ്ങളാരും കരുതരുത്, എന്നോടൊന്നും ഒരൊറ്റ വാക്കുപോലും ഞാൻ പറഞ്ഞിട്ടില്ല. അവനും മൈക്ക് എടുത്ത് വെച്ച് എഴുന്നേറ്റ് നിന്ന് പാടാനും സപ്പോർട്ട് ചെയ്യാനും ഞാനതൊരു അഭിമാനമായി മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ദിവസം എന്നെ ആശ്ചര്യപ്പെടുത്തിയൊരു കാര്യം, അവൻ 2 പാട്ട് എഴുതി. 2 പാട്ട് അവന് ദൈവം കൊടുത്തു. ഞാൻ 4 വരി എഴുതാൻ കിടന്ന് പാടുവിടുക. 10-30 വർഷമായിട്ട് 4 വരി എഴുതാൻ കിടന്ന് പാടുവിടുക. അവൻ ഈ ആഴ്ച 2 പാട്ട് എഴുതി. അതെനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു, പപ്പ ഞാൻ എഴുതിയ പാട്ടാണ്. വരുന്ന ദിവസം നിങ്ങൾക്ക് കേൾക്കാം. ദൈവം അവനെ ഉപയോഗിക്കട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളോടൊപ്പം ശുശ്രൂഷയിൽ നിൽക്കുന്നത് ഒരു അനുഗ്രഹമാണ് പ്രിയരെ. അവൻ അധിക സമയവും പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ അവൻ പ്രാധാന്യം കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നുകിൽ പ്രസംഗം കേൾക്കും, ഇല്ലെങ്കിൽ നല്ല പാട്ട് കേൾക്കും, ഇല്ലെങ്കിൽ ഡ്രംസ് അടിക്കാനായിട്ടുള്ള ഇങ്ങനെ ഉള്ള യൂട്യൂബിൽ എന്തെങ്കിലുമുള്ള ടിപ്സുകൾ നോക്കും. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. എനിക്ക് ചില സമയത്ത് ആത്മീയ മർമ്മങ്ങൾ പറഞ്ഞു തരുന്നത് ഇവനാണ്. എനിക്ക് മനസ്സിലാകാത്ത ഇംഗ്ലീഷിൻ്റെ അർത്ഥം പറഞ്ഞു തരുന്നത് ഇവനാണ്. ദൈവം അവനെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹല്ലേലൂയ. നിങ്ങൾക്ക് കർത്താവിന് കൊടുക്കാനുള്ള പൈസ നിങ്ങളുടെ കരത്തിലെടുത്ത് പിടിച്ചാട്ട്. യൂട്യൂബിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. ഈ സൺഷിപ്പിൻ്റെ ഒരു വലിയ മെസ്സേജ് നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ അത് സീരിയസ് ആയിട്ട് കേൾക്കാൻ ഞാൻ ഇന്ന് ഒത്തിരി മെസ്സേജ് എഴുതിക്കൊണ്ട് വന്നത് ഒന്നും പറയാൻ പറ്റിയില്ല. അടുത്ത ആഴ്ച നമുക്ക് അത് ഡീപ്പായിട്ട് ചിന്തിക്കാം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ മെസ്സേജ് നിങ്ങൾ ഫോർവേഡ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ മിനിസ്ട്രിയെ നിങ്ങൾക്ക് സഹായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരിക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.